അത്യാവശ്യം നടക്കാൻ പറ്റും, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ സമയത്ത് എനിക്കിതുപോലെ സിവിയർ പെയിൻ വന്ന് ഞാൻ എക്സാം പകുതിക്ക് വെച്ച് നിർത്തി. ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനൊക്കെ കുറച്ചൊരു ഡിലേ വന്നു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താലോ എന്നാലോചിച്ചു. വെനീസ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫേസ് ടു ഫേസ് ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ട്രാവൽ വ്ളോഗ്, അതുപോലെ തന്നെ ഫുഡ് വ്ളോഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ ഇതൊരു ആഡോ ഒന്നുമല്ല. ആക്ച്വലി എനിക്ക് കുറച്ച് ഉപകാരപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കുഞ്ഞു ശ്രമം, അത്രയേ ഉള്ളൂ. ആക്ച്വലി ഞാൻ എടുക്കുന്ന മെഡിസിൻസ് ഒക്കെ മോസ്റ്റ് ഓഫ് ദി മെഡിസിൻസും ആയുർവേദിക് മെഡിസിൻസ് ആണ്. എന്തിനാണ് എടുക്കുന്നതെന്ന് പറയാം. എപ്പോഴും എടുക്കാറില്ല, കണ്ടിന്യൂസ്ലി എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എനിക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ഇവിടുത്തെ വെള്ളം പിടിക്കാതെ വന്ന് എനിക്ക് ആകപ്പാടെ സ്റ്റൊമക്കെല്ലാം അപ്സെറ്റായി, വോമിറ്റിങ്, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ ഞാനത് എൻ്റെ ആയുർവേദ ഗുളികയൊക്കെ കഴിച്ച് ഞാനത് നോർമലായി. അതുപോലെ തന്നെ എനിക്ക് പീരീഡ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനൊക്കെ കുറച്ചൊരു ഡിലേ വന്നു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താലോ എന്നാലോചിച്ചു. ഹെൽത്ത് റിലേറ്റഡ് തന്നെയാണ് കേട്ടോ. എനിക്ക് ബി എഡിന് പഠിക്കുന്ന സമയത്ത് നല്ല പെടലിക്കുവാനെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം ബി എഡ് എന്ന് പറയുന്ന കോഴ്സ് ഭയങ്കരമായിട്ട് നമ്മൾ എഴുതുന്നതിലും പ്രസന്റ് ചെയ്യുന്നതിലും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പ്രോബ്ലമാണ് ഈ റൈറ്റിങ്ങിൽ. നമ്മൾ നല്ലോണം സ്ട്രെയിൻ എടുത്ത് എഴുതുമ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ 3-4 ഒക്കെ അസൈൻമെന്റ്സ് ഒക്കെ കാണും. അതും 1-2 പേജൊന്നും അല്ല. അപ്പം നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നതോ അത്രയും എഫേർട്ട് ഇട്ട് വേണം നമ്മളത് ചെയ്യണം. ഒന്നാമത് കൊറോണ ടൈമും കൂടെ ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയം. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്ന സമയമായിരുന്നു. അങ്ങനെ എനിക്ക് സിവിയർ പെയിൻ ഉണ്ടായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ സമയത്ത് എനിക്കിതുപോലെ സിവിയർ പെയിൻ വന്ന് ഞാൻ എക്സാം പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വെളിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അപ്പം എൻ്റെ ഒരു ടീച്ചറാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. പേര് രേവതി എന്നാണ്. എൻ്റെ ആ മിസ്സാണ്. മിസ്സ് വന്നിങ്ങനെ മോളെ ഇത് നീ എഴുതെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ എങ്ങനെയൊക്കെയോ എക്സാം എഴുതി തീർത്തു. ആ എക്സാം പേപ്പർ എനിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. അതിനുശേഷമാണ് ഞാനിത് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. ഞാൻ കാണിക്കാറുള്ളത് ചെന്നിത്തല KVM ഹോസ്പിറ്റൽ ആണ് കാണിക്കാറുള്ളത്. അവിടെ എൻ്റെ ചേട്ടൻ ഡോക്ടർ അരുൺ ആണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ബ്രദർ ഫ്രം അനദർ മദർ ആണ്. അപ്പം എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനെ പോലാണ്. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കംപ്ലീറ്റ്ലി ഓക്കെ ആക്കിയത് ചേട്ടനാണ്. അങ്ങനെ ഞാൻ കുറേ ആ കോഴ്സ് തീരുന്നിടം വരെ ഞാൻ മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞാൻ ഏട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ ഏകദേശം 2 ആഴ്ചയോളം അവിടെ അഡ്മിറ്റഡ് ആയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നീട് ഒരിക്കലും എന്നെ ആ വേദന ശല്യപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏട്ടൻ്റെ അടുത്തു മരുന്നുകൾ വാങ്ങാനാണ്. അപ്പം അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളുമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ മെഡിസിൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ തന്നെ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് വരുന്ന ഒരു ചലഞ്ചിങ് ഫേസ്. നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെന്ന് വരും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇനി എൻ്റെ അമ്മയുടെ ഇൻസിഡന്റ് ഞാൻ പറയാം. എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പേ ഭയങ്കരമായിട്ട് സിവിയറായിട്ട് നടുവേന വന്നിട്ട് കിടപ്പിലായി പോയ ഒരാളാണ്. അമ്മയ്ക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരാളായിരുന്നു. നമ്മുടെ നട്ടലിന് വളവുണ്ട്. ഡോക്ടർമാർ പറഞ്ഞത് ഇനി എഴുന്നേറ്റ് നടക്കുക എന്നുള്ള കാര്യം അത്ര പോസിബിൾ ഒന്നും അല്ല. അത്യാവശ്യം നടക്കാൻ പറ്റും, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ് എൻ്റെ അമ്മ ഇരുന്നത്. അപ്പം ചേട്ടൻ്റെ അച്ഛൻ, അതായത് ചേട്ടൻ്റെ അച്ഛൻ്റെ 2 പേരുടെയും ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നത് അമ്മയാണ്. അപ്പം അതുപോലെ തന്നെ ചേട്ടൻ്റെ അച്ഛനാണ് അമ്മ എഴുന്നേൽപ്പിച്ച് നടത്തിയത്. എൻ്റെ അമ്മ ഒരു ബക്കറ്റ് വെള്ളം പോലും എടുക്കരുതെന്ന് പറഞ്ഞ എൻ്റെ അമ്മ ഈ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും പോയ ഒരാളാണ്. ഇവിടുന്ന് ബദ്രീനാഥ് വരെ, ഹിമാലയം വരെ കയറിയ ഒരാളാണ്. അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം എൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും. അപ്പം
നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ സമീപിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഡോക്ടർ പറയുന്നത് മാതിരി ചെയ്യാനും നിങ്ങൾ ഈ സീരിയസ് ആയിട്ട് ഇത് കണ്ടിട്ട് ഇംഗ്ലീഷ് മരുന്ന് പോലെ അല്ല, നമുക്ക് കഴിച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കണം, പഥ്യം ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ പഥ്യം ഫോളോ ചെയ്യണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ അതെല്ലാം റെഡി ആയാൽ നമ്മളുടെ അസുഖങ്ങൾ ഭേദമായ ഒത്തിരി പേരെ നമുക്കറിയാം. ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾക്ക് 2 പേർക്കും, എനിക്കും എൻ്റെ അമ്മയ്ക്കും ഉണ്ട് അനുഭവം. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിനും ഉണ്ട്. അവളിപ്പം അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഹെൽത്ത് കണ്ടീഷൻസും ഇപ്പോൾ ഓക്കെ ആയി വരികയാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒത്തിരി പേര് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് അലർജി ഇഷ്യൂ ഉണ്ടായിരുന്നു. അനീഷിന് പോലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അനീഷിന് ശ്വാസം എടുക്കുമ്പോൾ ഒരു കുറുകുറുപ്പ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി അനീഷും ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഏട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അനീഷ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ആദ്യമായിട്ടാണ് ഏട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് അനീഷ് എടുത്തത്. അതുപോലെ തന്നെ ഇതാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചുകൊണ്ട് പറയുന്നതായിരിക്കും. KVM ഹോസ്പിറ്റൽ, ആയുർവേദിക് ഹോസ്പിറ്റൽ, തൃപ്പരുന്തറ, ചെന്നിത്തല, അവിടെയാണ് ഈ ഹോസ്പിറ്റൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ തന്നെ കൺസൾട്ടിങ് റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് റൂം, മെഡിസിൻസ് ഉണ്ടാക്കുന്ന സ്ഥലവും എല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത്. ചേട്ടൻ്റെ അച്ഛനാണ് ഈ ക്ലിനിക്ക് ആദ്യമായി തുടങ്ങിയത്. ഡോക്ടർ പുരുഷോത്തമൻ ചീഫ് മെഡിക്കൽ ഓഫീസറായിരുന്നു. ഇവിടെ തന്നെയാണ് മരുന്നുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അത് ചേട്ടൻ്റെ അച്ഛൻ്റെ സമയം തൊട്ടേ അങ്ങനെയാണ്. മരുന്നുകളുടെ റേഷ്യോ, കൺസിസ്റ്റൻസി ഒക്കെ കൃത്യമാകാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ മേൽനോട്ടം വഹിച്ചാണ് ഓരോ പേഷ്യൻസിനും വേണ്ടിയിട്ട് മരുന്നുകൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ നിങ്ങളെ പലരിലും അലട്ടുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടുന്ന് പരിഹാരം കിട്ടിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തണുത്തതിന് ശേഷം പാലൊഴിച്ച് വീണ്ടും അത് കാച്ചി അരിച്ചെടുക്കും. അങ്ങനെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യുക.